താൻ ചെയ്ത ചെറിയൊരു അശ്രദ്ധയ്ക്ക് പകരമായി യുവതിക്ക് നൽകേണ്ടി വന്നത് സ്വന്തം ജീവൻ തന്നെയാണ്. കണ്ണൂർ കിഴക്കേ ചമ്പാട് കോട്ടക്കുന്ന് വടക്കേയിൽ രഞ്ജിത്തിന്റെ ഭാര്യ അമൃത രഞ്ജിത്തിന്റെ മരണം ഒരു നാടിനെ ഒന്നടങ്കം നൊമ്പരത്തിലാഴ്ത്തിയിരിക്കുകയാണ്. പൊന്നിയം LP സ്കൂളിലെ അധ്യാപികയായിരുന്ന അമൃതയ്ക്ക് അവസാനമായി അന്ത്യോപചാരം അർപ്പിക്കാനായി നിരവധി ആളുകളാണ് ഇവരുടെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. അടുക്കളയിൽ സംഭവിച്ച ചെറിയൊരു അശ്രദ്ധയാണ് അമൃതയെ ഇങ്ങനെയൊരു മരണത്തിലേക്ക് തള്ളിവിട്ടത്. ഇത്തരത്തിൽ നമ്മൾ വീടുകളിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അപകടം വിളിച്ചു വരുത്തുന്നതും മരണത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കാവുന്നതുമാണ് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ ഒരു സംഭവം. ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി എടുക്കാവുന്ന ചില മുൻകരുതലുകൾ കൂടി ഈ വീഡിയോയുടെ അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 29-ാം തീയതി രാത്രി 9 മണിയോടെയാണ് അപകടം സംഭവിക്കുന്നത്. അടുക്കളയിലെ ജോലിക്കിടെ അടുപ്പത്ത് വെച്ച് ചൂടുവെള്ളം ഇറക്കാനായി പോയതായിരുന്നു അമൃത. ഇത് ഇറക്കി വെക്കാനായി ശ്രമിക്കുന്നതിനിടെ അബദ്ധത്തിൽ അമൃതയുടെ വസ്ത്രത്തിന് തീ പിടിക്കുകയായിരുന്നു എന്നാണ് വിവരം. നിമിഷ നേരം കൊണ്ട് തന്നെ തീ ദേഹമാസകലം ആളിപ്പടരുകയും ചെയ്തു. ഗുരുതരമായി പൊള്ളലേറ്റ അമൃത കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരവെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി മരണപ്പെടുന്നത്. പാനൂരിലെ സാഗർ ഇലക്ട്രിക്കൽസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് ഭർത്താവായ രഞ്ജിത്ത്. UKG വിദ്യാർത്ഥിനിയായ ദക്ഷ ഏക മകളുമാണ്. ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാതിരിക്കാനായി അടുക്കളയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ അയഞ്ഞ വസ്ത്രങ്ങളും നൈലോൺ പോലുള്ള പെട്ടെന്ന് തീപിടിക്കുന്ന വസ്ത്രങ്ങളും ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കോട്ടൺ വസ്ത്രങ്ങളാണ് ഏറ്റവും സുരക്ഷിതം. അതുപോലെ തന്നെ സാരി, തട്ടം, ഷോൾ, മുണ്ട് എന്നിവയൊക്കെ തീ പടരുന്ന രീതിയിലായിരിക്കരുത് ധരിക്കേണ്ടത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇനി ഇതുപോലെ നമ്മുടെ വസ്ത്രത്തിന് തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നിലത്ത് കിടന്ന് ഉരുണ്ടുകൊണ്ട് തീ കെടുത്താനായി ശ്രമിക്കുകയാണ് വേണ്ടത്. ഒരിക്കലും വസ്ത്രത്തിൽ കത്തിയ തീയുമായി ഓടാൻ ശ്രമിക്കരുത്. ഇത് കൂടുതൽ തീ ആളിപ്പടരാൻ കാരണമാകുന്നു. ആരുടെയെങ്കിലും വസ്ത്രത്തിന് തീ പിടിച്ചു കഴിഞ്ഞാൽ നിലത്തുരുളാൻ പറഞ്ഞിട്ട് പുതപ്പോ ചാക്കോ പൊതിഞ്ഞോ വെള്ളമൊഴിച്ചോ തീ കെടുത്താനായി ശ്രമിക്കുക. 10 അല്ലെങ്കിൽ 15% താഴെയാണ് പൊള്ളലേറ്റിട്ടുള്ളതെങ്കിൽ 10 അല്ലെങ്കിൽ 20 മിനിറ്റോ സമയത്തേക്ക് തണുത്ത വെള്ളമൊഴിക്കാവുന്നതാണ്. അതിൽ കൂടുതൽ ഭാഗത്ത് പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ വെള്ളമൊഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അടുക്കളയിൽ അപകടം വരുത്തുന്ന മറ്റൊന്നാണ് ഗ്യാസ് സിലിണ്ടറുകൾ. പാചകം ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്റ്റൗവിനൊപ്പം തന്നെ റെഗുലേറ്ററും നിർബന്ധമായും ഓഫ് ചെയ്യാനായി ശ്രദ്ധിക്കുക. ഇത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഉറങ്ങാനായി പോവുക. അതുപോലെ തന്നെ ഗ്യാസ് കണക്ഷൻ നൽകുന്ന ഹോസ് പൈപ്പിൽ വിള്ളലുകളോ പഴക്കമോ ഉണ്ടോ എന്നും ഇടയ്ക്കിടെ പരിശോധിക്കേണ്ടതാണ്. ഇനി ഗ്യാസ് ലീക്കാകുന്നുണ്ടെന്ന് തോന്നിയാൽ ഉടൻ തന്നെ റെഗുലേറ്റർ ഓഫ് ചെയ്യുകയും ജനലുകളും വാതിലുകളും തുറന്നിടുകയും വേണം. ഈ സമയത്ത് സ്വിച്ചുകൾ ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ പാടുള്ളതല്ല. എന്തായാലും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഓരോ വീട്ടമ്മമാരും ശ്രദ്ധിക്കുക.